ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോഡ്സില്ല കിങ് കോങ് പടം ഇറങ്ങിയിട്ട് 2 ആഴ്ചത്തോളം കഴിഞ്ഞ്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹോളിവുഡ് മൂവീസൊക്കെ കാണുമ്പോൾ നമ്മൾ കേട്ടറിഞ്ഞ് കണ്ടൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ പോകാറുള്ളൂ. കാരണം അതിനുള്ള നോളേജ് നമുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടായ സുമി വീണ്ടും വിളിച്ച് പറഞ്ഞു പോയി കാണാന്ന്. അങ്ങനെ നമ്മൾ പോയി കണ്ടുപടം കണ്ടത് 2 ഡേയ്സ് ആയപ്പോഴാണ് വീഡിയോ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ വേറൊരു പടത്തിന് പോയതാണ്, പക്ഷെ അപ്പോഴും ഉണ്ടായിരുന്നു. നമുക്ക് പറയാം പിയോറി നോട്ട്സ് മലയാള സിനിമ ചെറിയ എന്തൊക്കെ വിഷയങ്ങൾ ഷെയർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കാരണം തിയേറ്ററിലൊന്നും പടമില്ല. അപ്പോൾ നമ്മൾ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടം കാണണമെന്ന്. അപ്പോൾ എന്തായാലും ഒന്ന് ആലോചിച്ചില്ല. അങ്ങനെയാണ് ഗോഡ്സില്ല കിങ് കോങ് പടം കാണുന്നത്. എന്ന് ഞെട്ടിപ്പിച്ച് കളഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഷോ ആണ് പടം കാണുന്നത്. അത് ഈ നോട്ട്സിലായിട്ട് സ്ക്രീനിൽ 2ാമത്തെ സ്ക്രീനിലാണ് ഞാൻ കാണുന്നത്. ഫുള്ളാണ്, ഹൗസ് ഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കയറുമ്പോൾ എൻ്റെ കണ്ണാകെ അതിശയിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ ഫുൾ ഫാമിലിയാണ്, കുട്ടികളായിട്ട് ഫാമിലി. അപ്പോൾ നമുക്കറിയാം ഗോഡ്സിലേക്കൊക്കെ അത്യാവശ്യം ഫാൻസുകളാണ്, കുറേ സീരീസ് ഇറങ്ങിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഫാൻസുള്ള ആളുകളാണ്. ഇവർക്ക് 2 കൂട്ടർക്കും ഫാൻസ്, അവർ തമ്മിലുള്ള ആവേശം. ഗോഡ്സില്ലറുടെ സീൻ വരുമ്പോൾ ഇവിടെ കയ്യടി, അപ്പുറത്ത് അങ്ങനത്തെ സീൻ അവിടെ കയ്യടി. തിയേറ്ററിലെന്ന് വെച്ചാൽ തമിഴ് പടം കാണുന്നൊരു ഫീല്. പിന്നെ സത്യം എൻ്റെ കിളി പോയി. കാരണം ഇങ്ങനത്തെ ഈ ജോണറിൽ ഇഷ്ടപ്പെടുന്ന ഫിലിം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അന്നാണ് ഹൗസ്ഫുൾ. ഇപ്പോൾ 2 വീക്സായി, സെക്കൻഡ് വീക്സാണ് പടം ഹൗസ്ഫുള്ളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പടത്തിന് നല്ല ഫാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ. പിന്നെ വേറെ പടമില്ല, മലയാള സിനിമ ഒന്നുമില്ല. അപ്പം അതിൻ്റെ ഒരു തിരക്കും കൂടി ഉണ്ടായിരിക്കും. എന്നാലും ഈ പടത്തിനെ കുറിച്ച് അറിയുന്ന ആളുകൾ, ഫിലിമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്തായാലും ഫിലിമിന് കയറുന്നത്, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് നല്ല സ്ക്രീനായിരുന്നു, ഗംഭീര എക്സ്പീരിയൻസ്. വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ നേരം ഒരുപാട് കാര്യങ്ങൾ ഈ ഫിലിമിൽ പറയുന്നുണ്ട്. നമ്മുടെ അറിവ് വെച്ചിട്ടെല്ലാം കണക്ഷൻ കിട്ടിയ പോലെ ഫീൽ എനിക്ക് വന്നു. നല്ല കണക്ഷൻ കിട്ടി. 2 മണിക്കൂറിൽ പടം തീർക്കുന്നുണ്ട്. 2 മണിക്കൂർ നമ്മൾ അടിപൊളി തന്നെയായിരുന്നു. VFS ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാ സംഭവങ്ങളും വർക്ക് വെച്ചാൽ VFS ഒക്കെ വേറെ ലെവല. നമ്മുടെ കണ്ണൊക്കെ ഉണ്ടല്ലോ. 3D ആണ് ഞാൻ കാണുന്നത്. 3D എക്സ്പീരിയൻസ് വേറെ. പിന്നെ ഈ കിങ് കോങ്ങിന്റെ അലർച്ചയായാലും ഒരു നമ്മൾ ഫൈറ്റ് സീനുകളായാലും ഇന്ററാക്ട് ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ട്. ഭയങ്കര രസം. സംസാരിക്കുന്നില്ല, ഇന്ററാക്ട് ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഫീലായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ VFS നമ്മൾ പറയേണ്ട കാര്യം, ഇങ്ങനത്തെ പടം പക്ഷെ ഇത് വേറെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകണം. ആ രീതിയിലാണ് VFS വെച്ച് കഴിഞ്ഞാൽ അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നി. വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഇവരെ ഇൻട്രോ സീനുകളും അതുപോലെ തന്നെ ഇവരെ ഫൈറ്റ് സീനുകളൊക്കെ ഇടിക്കുന്ന ഇടിയൊക്കെ ഉണ്ട്. നമ്മുടെ നെഞ്ചത്ത് കിട്ടുന്ന ഫീലോ ഈ ഗോഡ്സിന് ഇടിക്കുന്ന ഇടിയൊക്കെ നമുക്കായിട്ടുള്ള ഫൈറ്റ് സീനുകളിൽ ഓരോ ഇടിയൊക്കെ ഉണ്ട്. നമ്മുടെ ഈ വല്ല ഹാർട്ട് സംബന്ധമായിട്ട് വിഷയങ്ങളൊക്കെ ഈ പടത്തിന് പോയത് ചെവിടൊക്കെ മൂളുകടന്നു. അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഗംഭീര എക്സ്പീരിയൻസ്. എൻ്റെ അപ്പുറത്തിരുന്ന ഫാമിലി പിള്ളേരെ കൂളിയിട്ട് ആഘോഷിക്കുക വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്. 3 പിള്ളേരുണ്ട്, അച്ഛനും അമ്മ. അപ്പൊ ഇവര് 2 ഫാൻ, ഗോഡ്സില്ല ഫാനുണ്ട്, കിങ് കോങ് ഫാനുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള ഓരോ സീനുകൾ വരുമ്പോൾ ഓടിയിടുന്നതൊക്കെ ഗംഭീരമാണ്. പിന്നെ ഒരു ഒന്നിച്ചിരി പടം 2 പേര് സ്ക്രീനിൽ വന്നൊരു എഫക്റ്റ് ഒക്കെ ശരിക്കും സ്ക്രീനിൽ കാണുന്നുണ്ട്. എനിക്കൊരു വല്ലാത്തൊരു സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടമായിരുന്നു. ഇങ്ങനത്തെ ഫിലിം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇനിയിപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ കുറിച്ചൊക്കെ പഠിച്ചു പോകണം എന്നൊക്കെ കുറേ സീരീസ് ഇറങ്ങിയുള്ള അങ്ങനൊന്നും ഇല്ല. വെറുതെ പോയിരുന്ന് കാണാൻ പറ്റി 2 മണിക്കൂർ ആർത്ത് ആഘോഷിച്ച് ഓളിട്ട് ആ രീതിയിൽ കാണാൻ വരുന്നൊരു മാസാണെന്നൊക്കെ പറയാം. ഗംഭീരമായിട്ടുണ്ട് പടം. പോയി കാണും, അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല, അറിയില്ല. അതാണ് സത്യം. ഇത് കണ്ണിനും കാതിനും കുളിർമേകുന്ന ഒരു ദൃശ്യാനുഭവം. നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാളിന് വെടിക്കെട്ട് പറയുന്ന സംഭവമാണ്. അതാണ്. പിന്നെ ഇവരെ കിങ് കോങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗോഡ്സില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇവര് ഉള്ള ആ ഒരു ബലാബലം കാര്യങ്ങളൊക്കെ ഗംഭീര എക്സ്പീരിയൻസ്. ട്രെയിലർ കണ്ടിട്ട് പോണവർക്ക് ജസ്റ്റ് ഒന്ന് ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ സംഭവം കൂടുതലൊന്നും കൂടി ഒന്ന്. അത് മാത്രം കണ്ടിട്ട് നമുക്ക് ഈ പടത്തിനുമായിട്ട് എൻജോയ് ചെയ്ത് ശരിക്കും ആഘോഷിച്ച് പോരാം. ഞാനൊരു കാര്യം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ മോനൊന്നുകൂടി ഇങ്ങനെ കാണിക്കണം എന്നുള്ളത്. പടം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരു പ്ലാനും കൂടി എടുത്തിട്ടുണ്ട്, മോളെയും കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.